അടുത്തത് ഓയിൽ നാച്ചുറലിനകത്ത് ദിസ് ഈസ് നാച്ചുറലായിട്ട് ഓയിൽ സർക്കുലേഷൻ ഇങ്ങനെ നടക്കുന്നു. ഈ ഫിഗേഴ്സൊക്കെ നിങ്ങൾക്ക് വരയ്ക്കാൻ ചോദിക്കുകയാണെങ്കിൽ. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഓയിൽ നാച്ചുറൽ മെത്തേഡ് ഫോർത്ത് മെത്തേഡിനകത്ത്, തേർഡ് മെത്തേഡ് വെച്ച് നമ്മൾ കണ്ടു. ഫോർത്ത് മെത്തേഡിനകത്ത് ഫസ്റ്റ് പിരിവെന്ന് പറയുന്നത് ഓയിൽ നാച്ചുറൽ, എയർ നാച്ചുറൽ. അതാണ് ഒനൻ. ഓയിൽ നാച്ചുറൽ, എയർ നാച്ചുറൽ. അപ്പോൾ ഹിയർ ദ ഓയിൽ ഈസ് കൂൾഡ് ഇൻ ട്യൂബ്സ് ഓർ എക്സ്റ്റേണൽ റേഡിയേറ്റേഴ്സ് ബൈ നാച്ചുറൽ സർക്കുലേഷൻ ഓഫ് എയർ. ഈ പറഞ്ഞത് ഇത് നാച്ചുറലാണ്, എയർ നാച്ചുറലാണ്. ഓയിൽ നാച്ചുറലായിട്ട് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യും, എയർ നാച്ചുറലായിട്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തുള്ളത്, അപ്പോൾ ട്യൂബ്സും പിന്നെ ഫിൻസും എല്ലാം കൂടെ കമ്പൈൻ ചെയ്തുള്ളതാണ് ഓയിൽ നാച്ചുറൽ, എയർ നാച്ചുറൽ. അപ്പം ഇത് പിന്നെ കുറേ കൂടെ കപ്പാസിറ്റി കൂടിയ KVA റേറ്റിങ്ങിലും ഒക്കെ കൂടിയ 500 KVA ഒക്കെ വരുമ്പോഴും ഇങ്ങനെ ഉപയോഗിക്കാം. 500 KVA 1 MVA ലെവലൊക്കെ ചിലപ്പോൾ നമ്മൾ ഈ ഒനനായിരിക്കും. ഓയിൽ നാച്ചുറൽ, എയർ നാച്ചുറൽ. ഓയിൽ നാച്ചുറൽ എയർ ഫോഴ്സ്ഡ് കുറച്ചുകൂടെ കപ്പാസിറ്റി കൂടുമ്പോൾ ഓഫ് സെവറൽ 100 KVA ഓർ 1 MVA ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് സബ്സ്റ്റേഷനിലേക്ക് ട്രാൻസ്ഫോമർ അല്ലെ 2 MVA 3 MVA അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഓയിൽ നാച്ചുറൽ എയർ ഫോഴ്സ്ഡ്. ഇൻ ദിസ് മെത്തേഡ് ദ കൂളിംഗ് ഓഫ് an Onan type transformer is improved by air blast over the outside surface of the tank or the radiator. അപ്പോൾ ഇവിടെ ഒരു റേഡിയേറ്റർ കാണും. ഓയിൽ നാച്ചുറൽ എയർ ഫോഴ്സിനകത്ത് ഒനാഫ്, ഓയിൽ നാച്ചുറൽ എയർ ഫോഴ്സ്ഡ്. അപ്പോൾ ഇൻ ദിസ് മെത്തേഡ് കൂളിംഗ് ഓഫ് ആൻ ഒനൻ ടൈപ്പ് ട്രാൻസ്ഫോമർ ഈസ് ഇംപ്രൂവ്ഡ് ബൈ എയർ ബ്ലാസ്റ്റ് ഓവർ ദ ഔട്ട്സൈഡ് സർഫസ് ഓഫ് ദ ടാങ്ക്. അപ്പോൾ ഉദാഹരണത്തിന് ഇത് ഓയിൽ നാച്ചുറലാണ്. ദിസ് വൺ, this is oil natural scheme of having external radiators. external radiator ആണ്. അപ്പോൾ ഇവിടെ റേഡിയേറ്ററിൻ്റെ നിങ്ങൾക്കറിയാം, വെർട്ടിക്കലായിട്ട് ഇവിടെ ട്യൂബ്സ് ഇങ്ങനെ താഴോട്ട് കാണും, അല്ലെങ്കിൽ വെർട്ടിക്കലായിട്ട് ഫിൻസ് കാണും. ഇപ്പോൾ ഓയിൽ സർക്കുലേഷൻ ഈസ് ഹാവിങ് എ ലോങ്ങർ പാത്ത്. സർക്കുലേഷൻ ഓഫ് ഓയിൽ ഈസ് ഹാവിങ് എ ലോങ്ങർ പാത്ത്. ഇങ്ങനെ അതിൻ്റെ പാത്തിൻ്റെ ലെങ്ത് ഇങ്ങനെ നമുക്ക് കൂട്ടാൻ പറ്റും. കൂട്ടുമ്പോൾ കൂടുതൽ ദൂരം ഇതിങ്ങനെ ഓയിലിങ്ങനെ സർക്കുലേറ്റ് ചെയ്യുമ്പോൾ പിന്നെ ഇവിടെ വന്നിട്ട് നേരെ താഴോട്ട് വീഴുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഈ ഹോട്ട് ഓയിൽ ഇവിടെ വരുമ്പോഴത്തേക്ക് തണുക്കും ഇത് വീണ്ടും ഇങ്ങോട്ട് പോകും, തണുത്ത ഓയിൽ. അപ്പോൾ നാച്ചുറൽ സർക്കുലേഷൻ. അതോടൊപ്പം തന്നെ എയർ ഫോഴ്സ്ഡ് ആകുമ്പോൾ, ഓയിൽ നാച്ചുറൽ എയർ ഫോഴ്സ്ഡ് ആകുമ്പോൾ ഈ റേഡിയേറ്ററിനകത്തോട്ട് ഫാൻ അടിക്കും. അപ്പോൾ ഇവിടെ ഒരു ഫാൻ ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെ ഒരു ഫാനോട് വരുമ്പോഴത്തേക്ക് ഓയിൽ, അതായത് റേഡിയേറ്റർ കൂൾ ചെയ്യാനായിട്ട് റേഡിയേറ്റർ കൂളാക്കണ്ടേ, റേഡിയേറ്റർ ചൂടാകും. അപ്പോൾ റേഡിയേറ്റർ കൂളാക്കാനായിട്ട് ഒരു ബ്ലോവറോ ഒരു ഫാനോ ഇവിടെയും വെക്കും. അതാണ് ഓയിൽ നാച്ചുറൽ എയർ ഫോഴ്സ്. അപ്പോൾ പടം അതിന് വേണ്ടി പ്രത്യേകം വേണമെന്നില്ല, ഇതിനകത്ത് പറഞ്ഞാൽ മതി. അപ്പോൾ ഒനൻ ടൈപ്പ് ട്രാൻസ്ഫോമറിൻ്റെ ആ ട്രാൻസ്ഫോമർ കൂളിംഗ് കൂട്ടാൻ വേണ്ടി ഫോഴ്സ്ഡ് എയർ റേഡിയേറ്ററിനകത്തോട്ട് അടിച്ചു കൊടുക്കും ബൈ മീൻസ് ഓഫ് ഫാൻ ഓർ ബ്ലോവേഴ്സ്. അതാണ് ഓയിൽ നാച്ചുറൽ എയർ ഫോഴ്സ് ഒനാഫ്. ഇനി ഓയിൽ നാച്ചുറൽ വാട്ടർ ഫോഴ്സ്ഡ്. ഓയിൽ നാച്ചുറൽ വാട്ടർ ഫോഴ്സ്ഡ് ആകുമ്പോൾ in oil natural water forced method of cooling, the oil inside the tank is cooled by the circulation of cold water through copper tubes provided at the bottom of the tank. In oil natural water forced method of cooling, the oil inside the tank is cooled by the circulation of cold water through copper tubes provided at the bottom of the tank. അപ്പോൾ ഈ ടാങ്കിൻ്റെ താഴെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, ടാങ്കിൻ്റെ ഇങ്ങനല്ല, ഇതല്ല പടം, ടാങ്കിൻ്റെ താഴെ കൂളിംഗ് ട്യൂബ്സ് ഇങ്ങനെ വെച്ചിരിക്കും. അതിനകത്തൂടെ നമ്മൾ വാട്ടർ ഫോഴ്സ്ഫുള്ളായിട്ട് ഒരു പമ്പ് വെച്ച് സർക്കുലേറ്റ് ചെയ്യും. കോൾഡ് വാട്ടർ ഇതിനകത്തൂടെ നമ്മൾ സർക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ഈ അകത്തുള്ള ഓയിലാണെങ്കിൽ ചൂടാകും. അപ്പോൾ അതാണ് ഈ ഓയിൽ നാച്ചുറൽ വാട്ടർ ഫോഴ്സ് എന്ന് പറയുന്നത്. പടം പ്രത്യേകമായിട്ട് ആവശ്യമില്ല. ബട്ട് ദിസ് മെത്തേഡ് ഹാസ് ഗോട്ട് ദ ഡിസഡ്വാൻറ്റേജ്. ഇതിനെന്താ കുഴപ്പം? ദിസ് മെത്തേഡ് ഹാസ് ഗോട്ട് ദ ഡിസഡ്വാൻറ്റേജ് ദാറ്റ് ഇൻ കേസ് ഓഫ് ലീക്കേജ് ഇൻ ദ കോപ്പർ ട്യൂബ്സ്, വെള്ളം ഇതിനകത്തൂടെ പോകുന്ന ആ കോപ്പർ ട്യൂബിനകത്ത് എന്തെങ്കിലും ലീക്കേജ് സംഭവിച്ചാൽ
the oil will be contaminated with water, thereby reducing the dielectric strength and insulation value. ഡയലക്ട്രിക് സ്ട്രെങ്ത് കുറയുമെന്ന് പറഞ്ഞാൽ ഇൻസുലേഷൻ വാല്യൂ കുറയും. ഇൻസുലേഷൻ വാല്യൂ കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓയിൽ, ട്രാൻസ്ഫോമർ ഓയിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ട്രാൻസ്ഫോമറിൽ സബ്സ്റ്റേഷനൊക്കെ വെച്ചിരിക്കുന്ന ട്രാൻസ്ഫോമർ ഓയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത് വല്ലപ്പോഴുമൊക്കെ പീരിയോഡിക്കായിട്ട് അതിൻ്റെ ഓയിൽ കുറച്ച് ഊറ്റിയെടുത്താണെങ്കിൽ അതിൻ്റെ ഡയലക്ട്രിക് സ്ട്രെങ്ത് നമുക്ക് പരിശോധിക്കാൻ സംവിധാനമുണ്ട്. നിങ്ങൾ പവർ സിസ്റ്റം ലാബിൽ ചെയ്യും. ഡയലക്ട്രിക് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മെറ്റീരിയൽ സയൻസ് പഠിച്ചിട്ടുണ്ട്. ഇൻസുലേഷൻ സ്ട്രെങ്ത് ആണ്. ഒരു സെൻറ്റിമീറ്റർ ലെങ്ത് ഓഫ് ഓയിൽ ക്യാൻ വിത്ത്സ്റ്റാൻഡ് ഹൗ മെനി വോൾട്ടേജ്, ഹൗ മെനി kV. 1 സെൻറ്റിമീറ്റർ തിക്നെസ് ഓയിൽ എത്ര കിലോ വോൾട്ട്സ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ കേപ്പബിലിറ്റി ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഇൻസുലേഷൻ സ്ട്രെങ്ത് അഥവാ ഡയലക്ട്രിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓയിലിനകത്ത് വെള്ളം കൂടെ ചേർന്ന് കഴിഞ്ഞാൽ, കണ്ടാമിനേറ്റഡ് ആയി കഴിഞ്ഞാൽ അതിൻ്റെ ഡയലക്ട്രിക് സ്ട്രെങ്ത് കുറയും. അത് പിന്നെ ഇൻസുലേഷന് വേണ്ടി കൊള്ളുന്നതല്ല. അപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ ഈ ട്രാൻസ്ഫോമർ ഓയിലിൻ്റെ ഡയലക്ട്രിക് സ്ട്രെങ്ത് പീരിയോഡിക്കായിട്ട് ചെക്ക് ചെയ്യും. ചെക്ക് ചെയ്തിട്ട് അത് അതിൻ്റെ വാല്യൂ ഒരു പർട്ടിക്കുലർ വാല്യൂവിന് താഴെ, ബ്രേക്ക് ഡൗൺ വാല്യൂവിന് താഴെ പോവുകയാണെന്നുണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്യും. എൻ്റയർ ഓയിൽ ഡ്രെയിൻ ചെയ്തിട്ട് വേറെ പുതിയ ഓയിൽ നിറയ്ക്കും. ഇനി ഓയിൽ ഫോഴ്സ്ഡ് കൂളിംഗ്, ഫോഴ്സ്ഡ് ഓയിൽ കൂളിംഗ്, OF. In large transformers, to have more efficient heat dissipation, forced circulation of oil is adopted. അതിൻ്റെ ഒരു ഫിഗറാണിത് ഈ കാണിച്ചിരിക്കുന്നത്. നോക്കണം, ഈ മോളിൽ കൊടുത്തിരിക്കുന്നത് എന്താണ്? ഇത് വലിയ ട്രാൻസ്ഫോമർ ആകുമ്പോൾ ഇതിൻ്റെ ബുഷിങ് എന്ന് പറഞ്ഞാൽ ഇവിടെ റേഡിയേറ്റർ എന്നാണ് എഴുതിയിരിക്കുന്നത്. ലെഫ്റ്റ് സൈഡിലെ ഫിഗറിലെ റേഡിയേറ്റർ 6 മിസ്സിങ് ആയിരുന്നു. നോക്കണം, 6 മിസ്സിങ് ആണ്. അത് റേഡിയേറ്റർ എന്നാണ് എഴുതിയിരുന്നത്. സീ ദ ഫിഗർ ഓൺ ദ ലെഫ്റ്റ് സൈഡ്. റേഡിയേറ്റർ ടാങ്ക്. ഇത് ബുഷിങ്സ് എന്നാണ്. BUSHINGS, ബുഷിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനകത്തൂടാണ് നമ്മൾ കണ്ടക്ട് എടുക്കുന്നത്. അപ്പോൾ ഒരു ഹോളോ ടേപ്പേഡ് സ്ട്രക്ചറാണ്. ദിസ് ഈസ് എ ടേപ്പേഡ് സ്ട്രക്ചർ. ബുഷിങ്സ് ആർ യൂസ്ഡ് ഫോർ ടേക്കിംഗ് ഔട്ട് ദ കണക്ഷൻസ് ഫ്രം ദ ടെർമിനൽസ് ടു ദ ഔട്ട്സൈഡ് സർക്യൂട്ട്. ബുഷിങ്സ്, these are these are materials used. Bushings are used for taking out connection from the inside the winding, from the windings to the external circuit. അപ്പോൾ ഇതിനകത്തൂടെ ഇത് ഹോളോ സ്ട്രക്ചർ ആയിരിക്കും. ഇറ്റ്സ് എ ടേപ്പേഡ് സംഗതി, ഇറ്റ്സ് എ ടേപ്പേഡ് തിങ്. ഇതിൻ്റെ മുകളിൽ കൊറുഗേറ്റഡ് ആയിട്ട് ഇൻസുലേഷൻ ഉണ്ട്. ഇൻസുലേഷനാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ബുഷിങ് ഇരിക്കുന്നത്. ടേപ്പേഡ് സ്ട്രക്ചറാണ്, കൊറുഗേറ്റഡ് ആയിട്ട്. നിങ്ങൾ ഈ സംഗതി കണ്ടിട്ടുണ്ട്. ഇതാണ് ബുഷിങ് എന്ന് പറയുന്നത്. ഇതിനകം ഹോളോ ആണ്. അപ്പോൾ ഇത് സിലിണ്ടറല്ല, ടേപ്പേഡ് സിലിണ്ടറാണ്. ഇതിനകത്തൂടെ നമുക്ക് ഈ കണ്ടക്ടറിന് കണക്ഷൻ എടുക്കാം. എന്നിട്ട് ഇവിടെയാണെങ്കിൽ നട്ടും ബോൾട്ടും ഇട്ട് നമുക്ക് പുറത്തുനിന്നുള്ള കണ്ടക്ടർ ഇവിടെ കൊണ്ട് കണക്ട് ചെയ്യാം. അപ്പം 3 കണക്ഷൻ പുറത്തോട്ട് എടുക്കണമെങ്കിൽ നമുക്ക് 3 ബുഷിങ്. ഇത് ഒരു ടെർമിനൽ ഹൈ വോൾട്ടേജ്. ഇതേപോലെ ലോ വോൾട്ടേജ് വൈൻഡിങ് ആണെങ്കിൽ, ലോ വോൾട്ടേജ് ആകുമ്പോൾ അതിൻ്റെ ലെവൽ കുറവായിരിക്കും. 11 kV ആണെങ്കിൽ ഇത്രയും വലിയ ബുഷിങ്ങിൻ്റെ ആവശ്യം. 110 kV ആണെങ്കിൽ വലിയ ബുഷിങ്. 11 kV ടെർമിനൽസ് ആ പുറത്തെടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഇതേപോലെ 3 എണ്ണം കാണും. ന്യൂട്രലാണെങ്കിൽ ഇൻസുലേഷൻ വേണ്ട. അപ്പോൾ 4 ടെർമിനൽ കാണും 11 kV ന്യൂട്രൽ ഉണ്ടെങ്കിൽ. അപ്പം 11 kV അതിന് വേറെ 3 ടെർമിനൽ കാണും. അപ്പോൾ നമുക്ക് പുറത്തോട്ട് ട്രാൻസ്ഫോമറിനകത്തുനിന്ന്, ഇത് ട്രാൻസ്ഫോമറിൻ്റെ ആ ഒരു സ്ട്രക്ചറാണ്. കോർ വിത്ത് ദ വൈൻഡിങ്. കോറ് അതിനകത്ത് 3 ലിമ്പിനകത്ത് 3 വൈൻഡിങ്. അപ്പോൾ ഇത് ഓയിൽ ഫോഴ്സ്ഡിൻ്റെ സ്കീമാണ്. ഓയിൽ ഫോഴ്സ്ഡ്, എയർ ഫോഴ്സ്ഡ് കൂളിംഗ്. ഓയിൽ ഫോഴ്സ്ഡിനും എയർ ഫോഴ്സ്ഡുമുള്ള ഒരു കൂളിംഗ്. ഫോഴ്സ്ഡ് എയർ, അപ്പോൾ അത് ഓയിൽ ഫോഴ്സ്ഡ്, എയർ ഫോഴ്സ്ഡ് കൂളിംഗ്. വെറും ഓയിൽ ഫോഴ്സ്ഡ് ആണെന്നുണ്ടെങ്കിൽ, മുകളിലത്തെ വെറും ഓയിൽ ഫോഴ്സ്ഡ് ആണെങ്കിൽ ഇതാണ്ട് ഈ ഫാൻ കാണത്തില്ല. എയർ ഫോഴ്സ്ഡ് ഇല്ല, നാച്ചുറൽ എയർ ആയിരിക്കും. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇത് ട്രാൻസ്ഫോമർ, ഇവിടുന്ന് മുകളിലത്തെ ഹോട്ട് ഓയിൽ ഇങ്ങോട്ട് തന്നെ ഫ്ലോ ചെയ്ത് വരും. ഇത് റേഡിയേറ്ററാണ്. ഈ റേഡിയേറ്ററിനകത്ത് ട്യൂബ്സ് കാണും. കൺസർവേറ്റർ ടാങ്ക്, മുകളിലൊരു ചെറിയ ടാങ്ക്. ദാറ്റ് ഈസ് അഗെയിൻ ഫോർ അലോവിങ് ദി എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ ഓഫ് ഓയിൽ. അപ്പോൾ ഇവിടെ
ട്യൂബ്സ് ഇങ്ങനെ താഴോട്ട് വന്നിരിക്കും. എന്നിട്ട് ആ ട്യൂബിൽ കൂടെ താഴോട്ട് വരും. ഇവിടെ ആ ഓയിൽ വലിച്ചെടുത്ത് വീണ്ടും പമ്പ് ചെയ്യുന്നതിനാണ് ഓയിൽ പമ്പ്. ദസ് ഫെസിലിറ്റേറ്റിംഗ് ഫോഴ്സ്ഡ് സർക്കുലേഷൻ ഓഫ് ഓയിൽ ത്രൂ ദ ട്രാൻസ്ഫോമർ ആൻഡ് ത്രൂ ദി റേഡിയേറ്റർ. ദിസ് ദ റേഡിയേറ്റർ, ദിസ് ദ ഹോൾ തിങ് ഈസ് ദ റേഡിയേറ്റർ. അപ്പോൾ അത് ചൂടാവും. അപ്പോൾ ആ ഓയിൽ റേഡിയേറ്ററിൽ വന്നതായിട്ട് വരുമ്പോൾ ഇത് ചൂടാവും മുകളിൽ വരുമ്പോൾ. അപ്പോൾ ആ ഓയിൽ തണുപ്പിക്കുന്നതിനോടുകൂടെ ഫാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണ്, ഓയിൽ നമ്മൾ ഫോഴ്സ്ഡായിട്ടാണ്. അപ്പോൾ അതിന് പമ്പുണ്ട്, ഓയിൽ പമ്പുണ്ട്. ഓയിൽ പമ്പ് വെച്ച് ഇങ്ങനെ അടിച്ച് ഇവിടെ വന്ന് ഇവിടുന്ന് ഇത് വലിച്ചിങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ ഇവിടെ ഈ ഓയിൽ ഇവിടെ തണുപ്പിക്കുന്നതിന് വേണ്ടി ഒരു ഫാൻ ഈ റേഡിയേറ്ററിൻ്റെ ഇങ്ങനെ വെച്ചിരിക്കുക. ആ ഫാൻ ഒന്നെങ്കിൽ ഇവിടെ വെക്കാം, അല്ലെങ്കിൽ ഇവിടെ സൈഡിൽ വെച്ച് അത് തണുപ്പിക്കാം. അങ്ങനെ പല സ്കീമുണ്ട്. അപ്പോൾ അതാണ് ഓയിൽ ഫോഴ്സ്ഡ് എയർ ഫോഴ്സ്. ഇനി അവസാനം ഓയിൽ ഫോഴ്സ്ഡ് വാട്ടർ ഫോഴ്സ്ഡുണ്ട്. ഓയിൽ ഫോഴ്സ്ഡ് വാട്ടർ ഫോഴ്സ്, OFWF. In this method, the heated oil is cooled by a heat exchanger where it is cooled by means of cold water circulating in copper tubes. Circulating in cold water circulating in copper tubes. അതായത് ഇവിടെ ഈ റേഡിയേറ്ററിനകത്ത് നമ്മളാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തൂടെ നമുക്ക് വെള്ളമാണ് ഇതിൻ്റെ മുകളിൽ വീഴ്ത്തിയിട്ട് ഇത് സർക്കുലേറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഇവിടെ പൈപ്പായിരിക്കും, വെള്ളത്തിൻ്റെ പൈപ്പായിരിക്കും. അപ്പോൾ ഇവിടെ ഈ ഓയിൽ ഇവിടെ കയറി ഇങ്ങനെ ഇങ്ങോട്ട് പോകും. എന്നിട്ട് ഇതിനകത്തൂടെ വാട്ടർ പൈപ്പ്സ് കൊടുത്തിരിക്കും. എന്നിട്ട് അതിനകത്തൂടെ വേറൊരു സർക്കുലേഷന് വേണ്ടി ഒരു വാട്ടർ പമ്പ് കാണും, വാട്ടർ പമ്പ്. എന്നിട്ട് ഇവിടെ വാട്ടർ പിന്നെ കൂൾ ചെയ്യാനായിട്ട് വീണ്ടും ഒരു റേഡിയേറ്റർ കാണും. ഇതിങ്ങനെ മുകളിൽ താഴെ ഇങ്ങനെ പോകും. അപ്പോൾ ഇവിടുന്ന് ഇതിവിടെ കൊണ്ടുവന്നിട്ട് റേഡിയേറ്ററിൽ വീണ് എന്നിട്ട് ഇവിടെ ഒരു വാട്ടർ പമ്പ് കാണും. വാട്ടർ പമ്പ് ഇങ്ങോട്ട് അടിച്ചു കൊടുക്കും. സോ ഇൻ ദിസ് സിസ്റ്റം ആ വാട്ടർ സർക്കുലേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം കൂടെ കാണും. ഈ ഓയിൽ തണുപ്പിക്കുന്നതിന് വേണ്ടി ഫാനല്ല അത് ഉപയോഗിക്കുന്നത്, വാട്ടറിൻ്റെ ഫോഴ്സ്ഡ് സർക്കുലേഷൻ അത് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ സാധ്യമാക്കുന്നതിന് വേണ്ടി ഇവിടെ ഒരു വാട്ടർ പമ്പ് കാണും. ഈ വെള്ളം തണുപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെ ഒരു റേഡിയേറ്റർ ടാങ്ക് കാണും. അതാണ് ഓയിൽ ഫോഴ്സ്ഡ് വാട്ടർ ഫോഴ്സ്ഡ് മെത്തേഡ്. അപ്പോൾ ഇങ്ങനെ ദീസ് ആർ ദ ഡിഫറെൻറ്റ് മെത്തേഡ്സ്. ഇത് തേർഡ് സെമസ്റ്ററിൽ ഇതേ നോട്ട്സ് ഞാൻ തന്നിരുന്നത്. അപ്പോൾ ഇത് വീണ്ടും വായിച്ച് നിങ്ങൾ കുറേ കൂടെ കാര്യങ്ങൾ സ്വയം ഒന്ന് പഠിച്ച് ആലോചിക്കുമ്പോൾ അത് മനസ്സിലാകും. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ്റെ മാർക്കിനനുസരിച്ച് നിങ്ങൾ ചുരുക്കിയും വലുതാക്കിയൊക്കെ എഴുതിക്കണം. അതിൻ്റെ ഹെഡിങ്ങും കൊടുക്കണം. അതിന് അത്യാവശ്യമുള്ളിടത്ത് പടം സിമ്പിളായിട്ട് വരയ്ക്കാവുന്നിടത്ത് സിമ്പിളായിട്ട് പടം വരച്ച് അത് പ്രസൻറ്റ് ചെയ്യണം. ഓക്കെ, സോ ദിസ് സെക്കൻഡ് മോഡ്യൂൾ ഈസ് ഓവർ. ബാക്കി കാര്യങ്ങളൊന്നും ഞാൻ ക്ലാസ്സിൽ എടുക്കാത്ത കാര്യങ്ങളൊന്നും നിങ്ങൾ നോക്കണ്ട. നിങ്ങളുടെ പോർഷനിൽ സിലബസിൽ ഉൾപ്പെടാത്ത കുറേ പോർഷൻസ് ഞാൻ നോട്ടിൻ്റെ ഭാഗമായിട്ട് തന്നിരുന്നു. ട്രാൻസ്ഫോമറിൻ്റെ ടാങ്കിൻ്റെ സൈസ് കണ്ടുപിടിക്കുന്നത്, അതിന് എത്ര കൂളിംഗ് ട്യൂബ്സ് വേണം, അതൊക്കെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരുന്നു. അതൊന്നും നിങ്ങൾ നോക്കണ്ട, നിങ്ങളുടെ സിലബസിൽ അത് പറയുന്നില്ല.